ഭയങ്കര ആംബിയൻസ് ആണ്, ഭയങ്കര ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് അജയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് പൂരം? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇതുപോലെ നിങ്ങളാണ് നടത്തുന്നത്, നിങ്ങളുടെ സ്ഥലത്താണ് നടക്കുന്നത്, ദേവസ്വം ബോർഡ് സ്ഥലത്താണ് നടത്തുന്നത്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആതിഥേയര് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അവകാശമുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെയാണ്. പാറമേക്കാവും തിരുവമ്പാടിയൊക്കെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഈ കൊല്ലത്തെ പൂരം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണവും. മുമ്പ് വന്നിട്ടുണ്ടോ ഈ അലഞ്ഞിത്തറയ്ക്ക്? ഞാൻ ഇതിന് മുമ്പ് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, കോളേജിൽ പഠിക്കുന്ന ഒരു കാലത്താണ് വന്നത്. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ പൂരത്തിൻ്റെ നടത്തിപ്പിൻ്റെ ഒരു സാരഥ്യം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതൊരു വേറെ വൈബാണ്. അതൊരു വേറെ വൈബ് തന്നെയാണ്. പൂരങ്ങളുടെ പൂരമായ ഈ ഉത്സവം ഭംഗിയായ രീതിയിൽ നടത്തിത്തരാൻ ഇവിടുത്തെ പൂരപ്രേമികളും സർവ്വജനവിഭാഗവും ഒരുപോലെ തന്നെ സഹകരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ അത്യാഹ്ലാദത്തോടു കൂടിയാണ്, അതീവ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ കുടമാറ്റം പോലെ തന്നെ ഗ്ലാമർ ഇനാണ് ഈ എലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. അത് കേൾക്കാനായിട്ട് എത്രയോ മുമ്പ് വരെ ഇവിടെ ആളുകൾ വന്നു. അത് തന്നെ ഇത് വർഷങ്ങളായിട്ട് ഓരോ കൊല്ലം ചെല്ലുന്നവർ ജനങ്ങളിങ്ങനെ കൂടി വരികയാണ്. അത് ജനകീയമായാണ് ഓരോ വർഷം ചെല്ലുന്നത്. സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി കൂടുതലായിട്ട് ആളുകളിലേക്ക് ഭയങ്കര ട്രെൻഡ് പിടിക്കുക, ഭയങ്കരമായിട്ട്. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിലോ ഈ എലഞ്ഞിത്തറ മേളം തുടങ്ങുന്ന സമയത്ത് ഈ ജനങ്ങൾ മുഴുവൻ ടി വിയുടെ മുമ്പിലായിരിക്കും. അത് വേൾഡിൽ, ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല, അത്രയ്ക്ക് ജനകീയമാക്കി മേളം. അതുപോലെ തന്നെ ഇതിന്റെ നടുക്ക് നിന്ന് ആസ്വദിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ചുറ്റിലും നിന്ന് ഈ മേളം കേൾക്കുക, ആസ്വദിക്കുക എന്ന് പറയുന്നത് അത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ്. ആ സ്വപ്നം എല്ലാവർക്കും നിറവേറ്റാൻ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാവില്ല. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചാനലുകളിലൂടെയൊക്കെ ഇരുന്ന് കാണുക. ഈ മേളങ്ങളിൽ ആസ്വദിക്കുന്ന ഒരു ആസ്വാദക സമൂഹമുണ്ട്. അവര് ഈ തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും അധികം അത്തരത്തിലുള്ള ആസ്വാദകർ എത്തിച്ചേരുന്ന ഒരു മഹോത്സവമാണ് പൂരം. സാധാരണഗതിയിൽ ഈ വാദ്യമേളങ്ങളൊക്കെ അതിൻ്റെ ആസ്വാദന നിലവാരം തിരിച്ചറിഞ്ഞ് തന്നെ കണ്ടാസ്വദിച്ചാൽ ആസ്വാദനത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയും. ഇത് 5 കാലങ്ങളായി കുട്ടി ഉയർത്തുന്ന ശാബ്ദിക ഗോപുരങ്ങളാണ് ഈ പറയുന്ന വാദ്യ ഘോഷങ്ങൾ. അതൊക്കെ അതിൻ്റെ സൂക്ഷ്മതയോടുകൂടി കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അത് കൂടുതൽ ആസ്വാദ്യകരമാവുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ലൈവ് സിംഫണി അല്ലെങ്കിൽ ലൈവ് ഓർക്കസ്ട്ര എന്നൊക്കെ പറയാൻ സാധിക്കും.